വെള്ളം പോകുന്നുണ്ട്. മണിക്കായിരുന്നു അത് അവരൊന്ന് വിളിച്ചാൽ കയറ്റാൻ വേണ്ടി. എത്ര മണിയായിരുന്നു അപ്പം? 6 മണിയായിരുന്നു അത്. 6:15. 6 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊന്ന് വിളിച്ചു ലോഡ് കയറ്റാനായിട്ട്. ഞാൻ ഉറക്കമായിരുന്നു. അതിത്രയും കയറി. ഇപ്പോൾ സമയം എത്രയായി? 7:20. 1 മണിക്കൂറായില്ലേ? 1 മണിക്കൂറായി. ഇത്രയായി. അപ്പം 2-2.5-3 മണിക്കൂർ എടുക്കുമായിരിക്കും. രാവിലെ ഒരു പണി തുടങ്ങി. ഇത് മറ്റേ ചോളത്തിൻ്റെ ഇല കൊണ്ടുവന്ന് പൊടിച്ച് വണ്ടി റോളിനകത്താക്കി ചുറ്റി സെറ്റ് ചെയ്ത്. മറ്റേ എന്ത് ക്ഷീരോ സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഈ പശുവിനെ കൊടുക്കുന്നത്, എന്ത് പേര് മറന്നുപോയി ആ സംഭവം. അവിടെ കൊണ്ടെത്തിക്കണം, ട്രിവാൻഡ്രം. പക്ഷെ ആ കിട്ടിയിരിക്കുന്ന പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിടത്തല്ല ഇത് ഇറക്കുന്നത്. ഇത് ഒരു 6 ഈ ക്ഷീരോത്പാദന കടയുണ്ടല്ലോ, അവിടെ 6 നിർത്തേണ്ടത്. 6 ലൊക്കേഷനാണ്. അപ്പോൾ അതേ ഉള്ളൂ ചെറിയൊരു പോസ്റ്റ് 6 ഒന്ന് കൊണ്ടെത്തിക്കണം. ഞങ്ങൾ പിന്നെ ഇത് കുഴപ്പമില്ല സാരമില്ല എന്ന് പറഞ്ഞ് അങ്ങ് എടുത്തു. 6 ഞങ്ങൾ ഇറക്കിക്കോളാമെന്ന് പറഞ്ഞു. കാരണം നോക്കണമല്ലോ, എക്സ്പീരിയൻസ് നോക്കണമല്ലോ, എങ്ങനെയുണ്ട് കപ്പാന്നോ പണിയാതോ ഇതറിയണമല്ലോ. അപ്പോൾ നോക്കിയിട്ട് ഇപ്പം 6 ഇറക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതങ്ങ് മാറ്റും, നിർത്തും, എടുക്കത്തില്ല. അപ്പോൾ ഒന്നെടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു റോള് വരുന്നത് 60 കിലോ. 60 കിലോ. നൈസ് പരിപാടിയാണ് കേട്ടോ. ആ ഒരു റോള് വരുന്നത് 60 കിലോ. 60 കിലോ ഒരു റോള് വരുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. ഇത് സെറ്റ് ചെയ്യുക, റോൾ ചെയ്യുക, അയച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ആ 4 വീല് ഓയിൽ ലീക്കായിട്ടുണ്ട്. അപ്പോൾ അത്
ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കണ്ടത് ഓയിൽ ലീക്കായത്. അപ്പോൾ ഞങ്ങൾ വിളിച്ച് തിരക്കിയപ്പോൾ അത് വണ്ടി കുറച്ച് നാൾ ഓടാതെ കിടന്നല്ലോ. വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് 1 മാസം ഓടാതെ കിടന്നു. അപ്പം അതിൻ്റെ ആ കുറച്ച് നാൾ ഓടാതെ കിടന്നതിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വിളിച്ച് തിരക്കിയപ്പം കുഴപ്പമില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു വർക്ക്ഷോപ്പുണ്ട്. അങ്ങോട്ടൊന്ന് ഈ ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അതാണ്ട് ഇവിടെ ഓയിൽ ലീക്കായി. പിന്നെ ഇതുകൊണ്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുഴപ്പമുണ്ട്. മീൻസ് ഓയിൽ ഇനി തെറിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി ഇത് മാറണം. അപ്പോൾ ഇനി ഇതിനി ഈ 2, 4, 6 ഈ 6 ഞെട്ട അഴിച്ചിട്ട് ഇതിനകത്തൊന്ന് മാറിയാൽ മതി. ടയറൊന്നും അഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഓയിൽ പാക്കിങ് എങ്ങാണ്ട് മാറിയാൽ മതി എന്നാണ് പറഞ്ഞത്. പാക്ക് മാത്രം മാറിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഈ പാക്ക് മാത്രം മാറിയാൽ മതി. അതുപോലെ അപ്പുറത്തെ 2 ടയറിലും ഉണ്ട്. അങ്ങനെ 4 ടയറിൽ ഒരുപോലെ. ബാക്കിലില്ല, ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് മാറണം. അതുകൊണ്ട് ഇവിടെ വരെ അതിലോട് ഈ ഹൈറ്റ് തന്നെ വരും. അണ ഈ ഹൈറ്റ് അതാ ഇതൊക്കെ മേളിൽ അവളതാ ഇതൊക്കെ മേളിൽ പോടാ 25. ആ ഒരട്ടിക്ക് 25. 16,400. ഓക്കെ ഒരട്ടിക്ക്. ഓൻ കൂടുതൽ ജാസ്തി. ഇനി ഇതുകൊണ്ട് ഇറക്കുന്നിടത്താണ് 6 ഇടത്ത് നിർത്തണം. ഇത് നിർത്തിയിട്ട് ഇറക്കണം. ഇത് നോക്കട്ടെ. ലൊക്കേഷൻ പറഞ്ഞത് കേട്ടിട്ട് കുഴപ്പമില്ലാതാണ് തോന്നുന്നത്. അവിടെ ട്രിവാൻഡ്രമൊക്കെ വലിയ പരിചയമില്ല. ആകെ അറിയാതെ കിഴക്കൂട്ടം എയർപോർട്ട് ഷഗ് ബുഗപ്പ് അതൊക്കെ അറിയത്തുള്ളൂ. എന്തായാലും പോയി നോക്കാം. ഉള്ളേരിയ അറിയില്ല, പോയാലേ അറിയത്തുള്ളൂ. പോയി നോക്കാം. അപ്പം ഇവിടുന്ന് ഇപ്പോൾ ഇത് സെറ്റായി ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ ആ ടയറിൻ്റെ ഈ പറഞ്ഞ ആ ഓയിലിലേക്ക് അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് അത് മാറണമെന്ന്. അപ്പം അത് മാറിയിട്ട് നൈസായിട്ട് അങ്ങ് വിടാം. ലുക്ക് പറയുന്നത് ഈ വണ്ടി തൃച്ചങ്കോട് ഇവിടെ നിന്ന് അടുത്താണ്. തൃച്ചങ്കോട് പോയി മാറാൻ എടുക്കാമെന്നൊക്കെ. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ 40 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 40, 80 കിലോമീറ്റർ. വെറുതെ എന്തിന് 80 കിലോമീറ്റർ ഡീസലും കളഞ്ഞു പോയിട്ട് വരുന്നത്. അറിയാവുന്നതാണെന്ന് പറഞ്ഞ് അതിന് നല്ല ഇപ്പുറത്ത് 1 കിലോമീറ്റർ തൊട്ടപ്പുറത്തുണ്ട്. ആ ഓടുന്ന ഡീസൽ പൈസ മതി ഇവിടെ കൊടുക്കാൻ. അങ്ങനൊരു അഭിപ്രായം പറഞ്ഞ അത്രയേ ഉള്ളൂ. അപ്പം ഇതിപ്പോൾ ഒന്നാണ്ട് പകുതിയായി. ഇനിയിപ്പോൾ ഇത് ബാക്കി പകുതിയും കൂടെ ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇവിടുന്ന് വണ്ടി എടുത്ത് വിടാം. ഇപ്പോൾ ഞങ്ങൾ ഷോറൂമിൽ വിളിച്ചപ്പോഴത്തേക്ക് ശ്രീത്ത് എന്താ പറഞ്ഞേ? ശ്രീത്ത് പറഞ്ഞത് ആദ്യം ഇപ്പം ആ ഓയിൽ വന്നേക്കുന്നില്ലേ, അവിടെ ഡീസൽ വെച്ചിട്ടേ തൂത്ത് വൃത്തിയാക്കാൻ. ഡീസൽ പൂവാണെ മാത്രം കയറിയാൽ മതി. പിന്നെ ഗ്രീസ് കൂടുതലാണെങ്കിൽ ഓയിൽ തള്ളുമെന്ന് പറഞ്ഞു. അകത്ത് ഗ്രീസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓയിൽ തള്ളും. പിന്നെ ശബ്ദം കേൾക്കുന്നത് പുതിയ ഇതാ ബ്രേക്ക് പാഡ് ലൈനർ. അപ്പം സെറ്റ് ആകാൻ കുറച്ച് താമസിക്കും. ഓടി റെഡിയാകത്തുള്ളൂ. അപ്പം ഇതിപ്പം ഡീസൽ ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, എന്നിട്ട് വീണ്ടും വരുവാണെന്നുണ്ടെങ്കിൽ മാറിയാൽ മതി എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ ഒന്ന്. അപ്പോൾ ഇപ്പം അങ്ങോട്ട് പോകണ്ട. ഡീസൽ ഒഴിച്ച് ഇപ്പം നോക്കണോ? അത് ഡീസൽ ആ ടാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ലേ? ഒരു തുണി വെച്ച് മുക്കി എടുക്കാൻ പറ്റത്തില്ലേ? പമ്പിനകത്ത് മുക്കി മേടിക്കല്ലേ? പമ്പിൽ കയറി മേടിച്ചത് അങ്ങനെ ചെയ്യാം. ഓക്കേ. ഇതെന്താ അറിയോ? ഇത് പശുവിന് കൊടുക്കുന്നേ ക്ഷീരോത്പാദകം. മറ്റേ ചോളത്തിൻ്റെ ഇല എടുത്ത് പൊടിച്ച് നമ്മുടെ മെഷീനകത്തിട്ട് പൊടിച്ച് അവർ ഈ റോള് ഇരിക്കുന്നതാണ്. ഈ റോളിനകത്താക്കി ചുറ്റിത്തരും. ഇതിപ്പോൾ ഇതും കൊണ്ട് പോവാ. തമിഴ്നാട്ടിലെ ഇപ്പം ഞാൻ ഇവിടുന്ന് കേരളത്തിലോട്ട് വരിക. തിരുവനന്തപുരം. യെസ്. അപ്പോൾ 9:30 കെട്ടെല്ലാം കഴിഞ്ഞ് സാധനമെല്ലാം കയറ്റി എല്ലാം കെട്ടി റെഡിയാക്കി അടുപ്പിൽ ഇവിടെ നിന്ന് ഇറങ്ങുക. ഇനിയിപ്പോൾ ഇവിടെ നേരെ വെയ്റ്റ് ബ്രിഡ്ജിലോട്ട് പോയിട്ട് വെയിറ്റ് നോക്കിയിട്ട്
തിരിച്ചിവിടെ വരണം. ഇവിടെ വന്ന് ബില്ല് മേടിച്ചോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുക. അടി സാധനം ആ കാണുന്ന ശരിയാണ്. ശരി കാണാൻ പറ്റുന്ന അറിയത്തില്ല. ആ കാണുന്നതാണ് മറ്റേ പൊടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അത് ദൂരത്ത് കാണുന്നത്. അടി കാണുന്നത് ആ കാണുന്നത് ഇതാണ് പൊടിച്ച് പശുവിന് കൊടുക്കാൻ വേണ്ടി ഇപ്പം നമുക്ക് ലോഡ് കയറ്റിയിരിക്കുന്നത്. അടി സൗണ്ട് കേൾക്കുന്നത് അത് ഈ ലൈനറിൻ്റെ തന്നെ ആണോ? അപ്പോൾ ഗ്രീസ് ഒന്ന് ഈ ഇപ്പം ഇവിടെ നിന്ന് ഇത് കിട്ടിയോ? പമ്പിൽ നിന്ന് ഡീസൽ കിട്ടിയോ? ആ ഒന്നിപ്പം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ. ആ നമുക്ക് എവിടെ ആയിരുന്നു? ഇവിടെ അല്ലായിരുന്നു. ഏതാ ഇവിടെ അങ്ങോട്ട് നേരെ ആയിട്ടുണ്ടല്ലോ. ആ ആ സൈഡ് നോക്കി നിർത്താം. വാ, നീ എന്താ പരിപാടി? ആ ശരി. ആ ആ ഇതോടെ കഴിഞ്ഞിട്ട് ആടാ ഇവിടെ കാലിക്ക് തൂക്കിയപ്പം എത്ര? കാലിക്ക് തൂക്കിയ 70 രൂപ ചാർജ്. ആ ഇത് ലോഡ് വെച്ച് തൂക്കിയപ്പോ 100 ടോട്ടൽ ഓട്ടോ കിട്ടും. ആ ടോട്ടൽ നമുക്ക് ടണ്ണേജ് ഇപ്പം എത്ര ഉണ്ട്? 25 പാസിങ്. നമുക്ക് അവര് ഇപ്പൊ 24,900 അല്ലേ? 24 ടണ്ണേ നമുക്കിപ്പോ കയറിയിട്ടുള്ളൂ ഓൾറെഡി. അതായത് കാലിക്ക് 70, പിന്നെ തൂക്കി രണ്ടാമത് വെയിറ്റ് തൂക്കിയപ്പോ 170 രൂപ. അല്ല നമ്മളവിടെ എത്ര? 500 രൂപ. നമ്മളവിടെ 500, 400, 500 ഒക്കെ അല്ലേ? സെയിം ടണ്ണ് വെയിറ്റ് ഉള്ള പല 80 ടണ്ണിന്റെ. ആ നേരെ കോയമ്പത്തൂർ എത്ര കിലോമീറ്റർ ഉണ്ട്? കോയമ്പത്തൂർ 10-40 കിലോമീറ്ററാണ്. 40 കിലോമീറ്റർ. നമ്മളെല്ലാം അവിടുന്ന് പാക്ക് ചെയ്തെല്ലാം ഇറങ്ങി കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ രാവിലെ നോക്കിയതാണ്. രാവിലെ തൊട്ടേ നോക്കുന്നത്. അവിടെ നെറ്റ്വർക്കൊക്കെ ഭയങ്കര ഇഷ്യൂ ആയതുകൊണ്ട് വീഡിയോ ഇടാൻ ഭയങ്കര താമസമാകുന്നുണ്ട്. വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും വീഡിയോ ഇടാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ നിൽക്കുന്ന സമയത്ത് സിറ്റുവേഷനിലേ ചിലപ്പോൾ നെറ്റ്വർക്കൊക്കെ പ്രശ്നം വരും. എപ്പോൾ തൊട്ട് ഇടുവോ? രാവിലെ തൊട്ടേ ഇടുവോ? രാവിലെ തൊട്ടേ 10 മണി തൊട്ടേ ഇടുവോ? പക്ഷെ കഴിഞ്ഞ ഇപ്പം ലാസ്റ്റ് ഇപ്പം ഇട്ട വീഡിയോ എനിക്ക് തോന്നുന്നു കുറച്ച് ലോങ് വീഡിയോ എന്ന് തോന്നുന്നു. 1 മണിക്കൂറോളം ഉണ്ട്. എനിക്ക് അതിൻ്റെ ആയിരിക്കാം. അതുമല്ല പിന്നെ നമ്മൾ മൊബൈൽ ത്രൂ അല്ലേ ഇടുന്നത് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള അടിയിൽ പിന്നെ നെറ്റ്വർക്ക് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒരു ഒരു കട്ടേ ഉള്ളായിരുന്നു. ആ ഒരു കട്ടയല്ല നിന്നത്. അങ്ങനെ കുറെ ഇത് പോയി, GB പോയി. കൊറേ GB പോയി മൊത്തം. രണ്ടാമത് ഞാൻ ഡിലീറ്റ് ചെയ്ത് പിന്നെ വീണ്ടും വന്നേന്ന് പറഞ്ഞിട്ട് ഭ്രാന്തായി പോയി.
എന്ത് പാട്ടാ കിട്ടാ എന്ത് വേണ്ടെന്ന് പറഞ്ഞാൽ സമയം അത്ര നമ്മൾ ടൈം മാറിപ്പോയല്ലോ. ആന്ന് തൃശ്ശി 201, കോയമ്പത്തൂര് നേരെ 29 കിലോമീറ്റർ, തൃശ്ശൂര് 137, കൊച്ചി 213 കിലോമീറ്റർ. അപ്പൊ നമുക്ക് നേരെ തന്നെ. സമയം എത്രയായി? സമയം ഇപ്പോ 2:45. നീ മറ്റേ ഈ ലോഡ് ഇറക്കുന്നിടത്ത് അവരെ ട്രിവാൻഡ്രത്ത് അവരെ വിളിച്ചോ? എല്ലാരും വിളിച്ചു. നാളെ ഞായറാഴ്ച, നാളെ എല്ലായിടത്തും ഇനിയിപ്പൊ ആദ്യം എങ്ങോട്ട് പോകണം കൺഫ്യൂഷൻ മാത്രമേ ഇപ്പൊ ഉള്ളൂ. അപ്പൊ അതാണ് വിഷയം. അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തല്ല കോണ്ടാക്ട് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആ ഓർഡർ അനുസരിച്ച് പറയാം. നമുക്ക് ഈ കോട്ടയം വഴി നമുക്ക് എങ്ങനെ നമുക്ക് കൊല്ലം എങ്ങനെ പോകാന്, ഇതിലേ പോകാന് വീണ്ടും വെഞ്ഞാറമൂട്. അപ്പം അത് അങ്ങനെയാണോ നമുക്ക് പോകുന്ന ലൊക്കേഷൻ അതാണ് എളുപ്പം, അതോ കൊല്ലം വഴി പോകുന്നതാണോ? ആവശ്യമില്ല. ആ റൂട്ടും സ്റ്റോപ്പില്ല, പ്രോപ്പർ ട്രിവാൻഡ്രം അകത്ത് കയറി പോയാലോ? നെടുമങ്ങാട് പിന്നെ ബാലരാമപുരം അവിടൊക്കെയാ ആണോ? ആ ഭാഗത്തേക്ക്. അപ്പൊ നമുക്ക് വെഞ്ഞാറമൂട് ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറിപ്പോ അല്ലേ? വെഞ്ഞാറമൂട് ചോദിക്കണം എങ്ങോട്ടാ ഫസ്റ്റ് പോകേണ്ടതെന്ന്, എന്നിട്ട് ലൊക്കേഷൻ വാങ്ങണം. ആദ്യം അങ്ങോട്ടേക്ക് പോകണം. അപ്പൊ അത് മെയിനായിട്ട് നോക്കണമല്ലോ ഒന്ന്. കാര്യം നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഇറക്കാൻ വേണം. യൂണിയൻകാരില്ലേ? അല്ല, അത് കഴിഞ്ഞ യൂണിയൻ എടുത്തില്ലല്ലോ. യൂണിയൻകാരിൽ ഇറക്കുന്നത് അതെന്തെങ്കിലും അവര് ചെയ്യട്ടെ. അല്ല അങ്ങനല്ല, നമുക്കിപ്പോ അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ആൾട്ടി പൈസ കിട്ടും കൂടുതൽ എടുത്തില്ലല്ലോ. ഇപ്പൊ നമ്മള് വൈകിട്ട് അല്ലെങ്കിൽ രാത്രിയിലും എത്തുമല്ലോ. അത് പോകുന്ന വഴിക്ക് വീട്ടിലോട്ടൊന്ന് കയറിയിട്ടേ ഒന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അപ്പോഴേ ഇറങ്ങിയേക്കാം. രാവിലെ പെട്ടു ട്രാഫിക് ആവും, വിഷയമാവും. പക്ഷെ ഇത് ഒരിടത്ത് ഇറക്കാനായിരുന്നു കുഴപ്പമില്ലായിരുന്നേ. പക്ഷെ ഇത് ഒരിടത്തല്ല, ആറിടത്താണ്. അതുകൊണ്ട് നമുക്ക് വെളുപ്പിന് പോയി കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതോ രാവിലെ വെളുപ്പിനെ പോകണം. അതറിയോ? ഞാൻ ചോദിച്ചാ രാത്രിക്ക് പോയി രാത്രിയിൽ വിട്ടു പോയി കഴിഞ്ഞാലേ ഇപ്പൊ നമ്മൾ ചെന്ന് ഇപ്പൊ നമ്മള് വൈകുന്നേരം ഇപ്പൊ നമ്മൾ വൈകുന്നേരം ഇവിടെ വിളിക്കുക, ആദ്യം ഞങ്ങളെ തീരുമാനിക്കുക, ലൊക്കേഷൻ മേടിക്കുക, നേരെ അവിടെ പാടപ്പ് കിടക്കുക. ഈ 6 പേരെടുത്തുനിന്ന് ലൊക്കേഷൻ നീ മേടിച്ചോ? മേടിച്ചിട്ടില്ല. നീ ഇപ്പൊ 6 പേരുടെ കയ്യിൽ നിന്ന് ലൊക്കേഷൻ മേടിക്കും. ലൊക്കേഷൻ മേടിച്ചിട്ട് ഈ 6 പേരുടെ ലൊക്കേഷനും നമ്മുടെ ചെങ്ങന്നൂര് നമ്മുടെ അവിടെ തൊട്ടില്ലേ, എവിടുന്നാ കൊട്ടാരക്കര റൂട്ട്, അവിടെ തൊട്ടുള്ള ലൊക്കേഷൻ 6 പേരുടെയും നോക്ക്. അപ്പൊ ഏത് റൂട്ടാ അടുത്തടുത്തുള്ളത് നോക്കുമ്പോ അറിയാമല്ലോ. അങ്ങനെ ചെയ്യും. അവിടെ പറയാം കറക്റ്റ് ലൊക്കേഷൻ ഇട്ട് തരാൻ പറയും. പിന്നെ ആ ഇറക്കേണ്ട ഷോപ്പ് അല്ലാതെ അഡീഷണൽ വേറെ എങ്ങും ഇറക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ലെന്ന് ഓൾറെഡി അവരോട് പറയണം. അവരോട് മൊട്ടമൂട് നെല്ലിവിള. ഓക്കെ 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 ഓക്കെ. ആദ്യം പള്ളിച്ചല്, പിന്നെ മൊട്ടമൂട്, നെല്ലിവിള, ഉച്ചക്കട അല്ലേ, പയറ്റുവിള, അയിരൂര്. ഓക്കെ ഓക്കെ ശരി ശരി. ഓക്കെ 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 ഓക്കെ. ഞാൻ വിളിച്ചു, അവര് പറഞ്ഞത് പള്ളിച്ചല് പോവാ. ഞാൻ ഉച്ചക്കട പുള്ളി പറഞ്ഞത് പുള്ളി പോടില്ല, പുള്ളി അവിടെ ഇല്ല. പള്ളിച്ചൽ ആദ്യം ഫസ്റ്റ് പോവാ. അവിടെ ചെന്നിട്ട് അതിന് അടുത്ത് തന്നെയാണ് ഈ മൊട്ടമൂട്, അടുത്ത് തന്നെ മൊട്ടമൂട് നെല്ലിവിളയൊക്കെ അടുത്തടുത്താ. ആദ്യം പള്ളിച്ചലാണ് ഫസ്റ്റ് പോകേണ്ടത്. എന്നിട്ട് അവരെ വിളിച്ച് ലൊക്കേഷൻ മേടിച്ചു പോവാ 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 അങ്ങനെ പോകുന്നത്. അവിടെ ഇത് വെച്ചിരിക്കുക. ചെങ്ങപ്പള്ളി, ചെങ്ങപ്പള്ളി ടോൾ പ്ലാസ, ചെങ്ങപ്പള്ളി ചെങ്ങപ്പള്ളി ടോൾ പ്ലാസ. എവിടെ എവിടെ അച്ചാത്തില്ലേ?
കൊച്ചി വിചാരിച്ച കൊച്ചിന്റെ വീഡിയോ എടുക്കുക. കൊച്ചി വിചാരിച്ച് കൊച്ചിന്റെ വീഡിയോ എടുക്കാതെ എന്നെ കാണുമ്പോഴേ മനസ്സിലാവും നീ സ്ത്രീലമ്പനാണല്ലോ അത്. കൊച്ചി പേടിച്ച് കാണും ഓൻ ഏതാ ഇറങ്ങി പോവാ വഴി. പോത്തൊന്നുമില്ല. ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ട്? ഓടിച്ചിട്ട് സംതിങ് ഫിഷി എന്താ പറയാ, ഞാനെന്താ പറയാ, കൊറോണ അത്ര ഒരു സഡൻ പിക്കപ്പ് ഇല്ല. അല്ല പറക്കുവാമാരല്ലേ. പക്ഷെ കാലിക്ക് പോയാലേ, കാലിക്ക് പോയി കഴിഞ്ഞാൽ കിടന്ന അടിപ്പാ, കിടക്കോ എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ലോഡുമായിട്ട് പോയാലൊരു സുഖമുള്ളൂ. പക്ഷെ ആകെ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ ഒരു ഇങ്ങനെ ടോപ്പ് ഗിയർ വന്നുകൊണ്ടിരുന്ന ഒരു ഹമ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് വീഴത്തില്ല. ഭയങ്കര പാടാണ്. ഞാൻ രണ്ട് കൈ, എനിക്ക് ഈ കൈ കൊണ്ട് ഇച്ചിരി പാടാം. അപ്പോൾ രണ്ട് കൈ കൊണ്ടൊക്കെ നീ കണ്ടില്ലേ, രണ്ട് കൈ കൊണ്ടൊക്കെ ഞാൻ പിടിച്ച് പറിച്ചാണ് ഇടുന്നത്. അല്ല പിന്നെ വണ്ടി ഫുൾ അങ്ങ് നിർത്തണം, നിർത്തിയിട്ട് ചെയ്യണം. പിന്നെ ക്ലച്ച് ഇച്ചിരി ടൈറ്റാ. യെസ്, ഇപ്പോൾ കോയമ്പത്തൂർ നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റിലെത്തി. പേഴ്സ് എടുത്ത് താമരപ്പൂവിലെ നാളെ ഒരു നാൾ ഇനി ഇവിടുന്ന് പാലക്കാട്, തൃശ്ശൂർ ഇടയ്ക്ക് നിർത്തണം ചായ കുടിക്കാൻ. എന്തായി 300? എടാ ആണ്ട അൻസണം വിളിക്കുന്നല്ലോ, അൻസണം വിളിക്കുന്നു. അൻസോണ് എടുത്താൽ മതി. ഹബീബി ചെക്ക് പോസ്റ്റ് 300. വാളയാർ ചെക്ക് പോസ്റ്റ്. ഇനി ട്രിവാൻഡ്രം ചെല്ലണം. നാട്ടിലൊക്കെ മഴയാന്ന് പറയുന്നു. വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ അവിടെയൊക്കെ മഴയും മഴക്കോളും ഒക്കെയാണ്. എന്തായി? ചായ കുടിക്കാനല്ലോ നിർത്തണമല്ലോ. ഓക്കെ, യെസ്, ഇവിടെ ചായ കുടിക്കാം അല്ലേ, വാളയാർ. വെണ്ണില കിണ്ണത്തിൽ
ഇപ്പം അടുത്ത ടോള്. ഇതെവിടെ സ്ഥലം? എവിടെ? വളരെ കഴിഞ്ഞിട്ട് എവിടാ ആർക്ക്? അപ്പോൾ നമ്മൾ ആ വീലിൻ്റെ ഓയിൽ ലീക്കിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അത് ഷോറൂമിൽ നിന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇപ്പം മാറണ്ട, ചെക്ക് നോക്കി ഓടിയിട്ട് വീണ്ടും വരുന്നുണ്ടെങ്കിൽ മാറാനില്ലേ പറഞ്ഞേ. നീ അതിൻ്റെ ഡീസൽ മേടിച്ച് തേച്ച് ക്ലിയർ ചെയ്ത് നോക്കിയില്ലേ? ഓയിലിൻ്റെ കളർ വന്നു. അപ്പോൾ ഡീസൽ തേച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് വിട്ട് ഇപ്പോൾ ഞങ്ങൾ വളയിറത്തി കഴിഞ്ഞപ്പം ചെക്ക് ചെയ്തപ്പം വീണ്ടും എന്താ ഓയിൽ ലീക്കാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടുന്ന് ഒരു 25 കിലോമീറ്റർ കഞ്ചിക്കോടൊക്കെ കഴിഞ്ഞിട്ട് എന്താ ചന്ദ്രനഗർ അല്ലേ, അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടനെ ഞങ്ങൾ വിളിച്ചു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം പോകുന്ന വഴിക്ക് ആ വർക്ക്ഷോപ്പിൽ നിന്ന് കയറി കാണിച്ചിട്ട് എന്താ ഇതിൻ്റെ ആ വീലിൻ്റെ ഓയിൽ കാരണം ട്രിവാൻഡ്രം പോകണ്ടതല്ലേ. അപ്പോൾ ഇനി അതും കാണിച്ചിട്ട് ആ വർക്ക്ഷോപ്പിൽ കയറി ഒന്ന് കാണിച്ച് അതിൻ്റെ ഈ പായ്ക്ക് മാറണമെന്നുണ്ടെങ്കിൽ അത് മാറി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അങ്ങ് പോകാം. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. ഓക്കെ. അട്ടപ്പളം. യെസ്, അട്ടപ്പള്ളം. അട്ടപ്പള്ളം. ഓക്കെ. ശരി. അപ്പോൾ ഇനി അവിടെ കഞ്ചിക്കോട് എത്തിയിട്ട് ചന്ദ്രനഗർ എത്തിയിട്ട് നമുക്ക് പുള്ളിയെ വിളിക്കാം അല്ലേ? ആ ബൈപ്പാസ് തന്നെ ആണെന്നാണ് പറഞ്ഞത്, അതിൻ്റെ സൈഡിൽ തന്നെ ആണെന്നാണ് പറഞ്ഞത്. ടീ കോഫി എടാ നാട്ടെ നമ്മൾ അന്ന് കഴിച്ച മറ്റേ ചായക്കടാ. അവിടെ നീ വരുമ്പോൾ അവിടെ തന്നെ കയറണേ. അട്ടപ്പള്ളം. മര്യാദക്ക് പറയുന്ന പോലെ കേട്ട അടുത്ത പണി മര്യാദക്ക് ഞാൻ തരും. പറയുന്നത് പോലെ കേൾക്കാൻ ഉദ്ദേശമില്ലെന്നുണ്ടെങ്കിൽ കടന്ന് വട്ടം കറങ്ങും. എടാ നിന്നോടാ കൊച്ചിറങ്ങാൻ നിന്നോടാ ചോദിക്കുന്നേ. ഈ പാല കയറി ഇറങ്ങാൻ പറഞ്ഞേ. എന്നിട്ട് ഈ ലെഫ്റ്റ് ഈ റോഡ്. ഈ പാലം കയറി ഇറങ്ങുക. ഈ പാലം കയറി ഇറങ്ങണ്ട. ആ പാലം ഇപ്പൊ ഒരു പാലം കഴിഞ്ഞതുണ്ടോ? ആ പാലം കയറാൻ പറഞ്ഞേ. നീ ലെഫ്റ്റ് കയറി. ഇപ്പൊ ഒരു കയറിയ പാലം ഇല്ലയോ? പൊന്നടിയാ നീ ചോദിച്ചു, നീ പണ്ടാറങ്ങാനായിട്ട് നോക്കട്ടെ. അയ്യോ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടോ? ഈ റോഡിന് പോലെ പഴയ വണ്ടി കിടക്കുന്നു. എന്തുവാ നീ ചോദിക്കുന്നേ? എടാ ഈ റോഡ് നേരെ പോവും. പോകുമ്പം ഒരു ഭാരതൻസ് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നുണ്ട് ആ പാലം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഭാരതൻസ് കിടക്കുന്നത്. ഹോണ്ട ഭാരതൻസ് ആ കിടക്കുന്നതാണോ ഭാരതൻസ്? അതല്ല, ഏഷ്യറിന്റെ അപ്പുറത്തോണോ ഇൻഡിക്കേറ്റർ ഇട്ട് കിടക്കുന്നത്? അത് ഏഷ്യറാണോ? അവൻ്റെ ഒരു കണ്ണ്. വണ്ടി കയറി പോയി. അപ്പൊ അത് ക്ലോസ് ചെയ്തിട്ട് നോക്കാം. ചിറ്റൂർ ലെഫ്റ്റ്, പാലക്കാട് റൈറ്റ്. എടാ സ്ലോ ഇതാണോ? അറിയത്തില്ല. നേരെ പോവും. അവിടെ ഒരു ഭാരത് ബെൻസ് കിടപ്പുണ്ടെന്നാ പറഞ്ഞേ. അതുകൊണ്ട് ആ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന വണ്ടിയാണോ? ഒരു പച്ച പെയിന്റ് അടിച്ചു. അവരാണോ നോക്കി നിൽക്കുന്നത്? ആണോ? അപ്പൊ എനിക്കൊന്ന് ആ ചേട്ടനാന്ന് തോന്നുന്നു സൈഡിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു. സിഗ്നൽ വണ്ടി ലെഫ്റ്റ് അതൊക്കെ മെല്ലെ മെതുവ. ചേട്ടാ എടുക്കല്ലേ? അവരാന്ന് തോന്നുന്നല്ലേ? ഓ 800. യെസ്, നടിതാന്ന് തോന്നുന്നു. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്. ഇത്തിരി ചേർക്കണ്ട. അവരോടൊന്ന് ചോദിച്ചിട്ട് പോവാം. ഇത്തിരി കയറ്റണ്ട. ആ പുള്ളി വിളിക്കും.
ആ അവിടെ നിർത്താം, അവിടെ നിർത്താം. കണ്ടിത് ഇതും ഉണ്ട് അവിടെ, അതിൻ്റെ അപ്പുറ സൈഡും ഉണ്ട്. ആ ഓയിൽ ഓയിൽ നോക്കി ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ ഒന്ന് തൂത്ത് നോക്കി, എന്നിട്ട് പിന്നെ ലീക്ക് കാണിക്കുന്നുണ്ട് അപ്പർ സൈഡ് പോലെ തന്നെ. ഇതാ കൂടുതൽ ഫ്രണ്ട് രണ്ടെണ്ണം വലിയ തോന്നുന്നില്ല, പക്ഷെ ബാക്കിലാണ് ശ്രീലക്ഷ്മി. അയ്യോ നിങ്ങളാ കയർ ലൂസായോടാ? നല്ല ലൂസായി പോയല്ലോ. നല്ല ലൂസായല്ലോ. എല്ലാം ലൂസായി. ഇതൊക്കെ ചുമ്മാ കടന്ന് നിൽക്കുകയാണല്ലോ. ഇത് ബാക്കിലത്തെ ഇത് ലാസ്റ്റ് വെച്ചിരിക്കാൻ ടൈറ്റ് ആയിട്ടുണ്ട്. ഇരുത്തിപ്പോയി, അതൊക്കെ ലൂസായി. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. എടാ ആ ചേട്ടൻ എന്താ പറഞ്ഞേ, മാറ്റാവുന്നോ? നാളെ ചെക്ക് ചെയ്യാൻ പോയി, അടിയിലോട്ട് പോയി. അത് പിന്നെ മഴ ഉണ്ടായിരുന്നോ? ഇല്ല. ഏയ് നിനക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നുന്നില്ല ഇവിടെ. മാറി ചൂടാ. പഴുത്തിരിക്കുക, പുളിയെ കൈ വെച്ച അതിനകത്ത്. ഇതേ പുതിയ ഇട്ടതാ, പുതിയ ഇട്ടതല്ലേ? രണ്ടും പുതിയ ഇട്ടതാ. ഇതാണ് ചൂടാ, അപ്പൊ അത് ചൂടാകത്തില്ലേ? മണ്ണാക്കാതെ അല്ല, ഇതാണ് ചൂടാ, ചൂടാകത്തില്ല. ഇങ്ങനത്തെ എങ്ങനെയാടാ ഇത് ലീക്കാവുന്നേ? സീലിന് ലീക്കാവും. ഇതിനിപ്പോൾ ഏതാ മാറണ്ടേ? ഇത് സീല്. ഇതെങ്ങനെയാ ലീക്കാവുന്നേ? പീസ് കൂടുതലായതുകൊണ്ടാവും. ഈ ഭാഗത്തോടെ മറ്റേ കല്ലുകുത്തി ഇട്ടോട്ടെ, കല്ലുകുത്തി മറ്റേ ടയറ് കല്ലെടുക്കൂലേ, ടയറിന് കല്ലെടുക്കൂലേ, കല്ലുകുത്തിയില്ലേ? ഇവിടെ ആ ഭാഗത്തിൽ കിട്ടുമോ? ആണല്ലേ, ഈ ഭാഗത്ത് കളയാൻ ചോദിച്ചില്ല. ടേസ്റ്റാണോ? സീലിംഗ് വെച്ച്
ശരത്ത് തിരക്കിലാണോടാ? ഞാൻ വിളിച്ചതേ എടാ നാളെ തരുമ്പോഴേ ഇന്ന് ക്ലോസ് ചെയ്യാൻ പൈസ തരത്തില്ലേ? അതാ ചോദിച്ചേ, ഞാൻ പെട്ടു. അതെടാ പശയാണോ ഒട്ടിയിരിക്കുന്നതാണോ? എടാ 20യുടെ കൂടെ ഇന്ന് ക്ലോസ് ചെയ്ത പൈസ ഇല്ലേ? അത് ഉണങ്ങിയാലോ? ആ നീല സാധനം റബ്ബർ പോലെ. ഓ അപ്പം മറ്റേ ലീക്ക് അതിനകത്ത് ആവത്തില്ല അല്ലേ? ആ ശരി. അപ്പോൾ നാളെ സമയം നമുക്ക് അഴിക്കണമെങ്കിൽ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നാളെ നീ മുന്നേ വന്നാൽ മതി. കുഴപ്പമില്ല. ഒരു ദിവസം 25, 24 കുഴപ്പമില്ല. ഞാൻ തിങ്കളാഴ്ച പൈസ സ്റ്റാർട്ട് ചെയ്യണം, കുഴപ്പമില്ല. അത് അഴിച്ച് ഇളകി വരും അല്ലേ? ആ മനസ്സിലായി. അപ്പോൾ ബാക്കിയുള്ള വീലിന് ഇതുപോലെ തന്നെ ചെയ്താൽ മതി അല്ലേ? മറ്റേ പുള്ളിക്കല്ലേ? യെസ്. അപ്പോൾ ഇത്രയുള്ള കാര്യം. ഇനിയിപ്പം ഫ്രണ്ടിലത്തെ ആ ഒരു വീല് അപ്പുറ സൈഡ് 2 വീലും കൂടെ അതുപോലെ ചെയ്യണം. നോക്കി നിൽക്കണേ റോഡായോണ്ടേ. ആ നീല ആ സാധനം തേച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റബ്ബർ പോലെ ആവും. അപ്പോൾ പിന്നെ അതിനകത്തുനിന്ന് ഓയിൽ കിട്ടാവും എന്നാണ് പറഞ്ഞത്. ഒന്നിന് ആവശ്യമുള്ളല്ലേ? അങ്ങോട്ട് ഗുണമല്ലോ ഉണ്ടോ? ഗുണമൊന്നുമില്ല. ഫ്രണ്ട് ഇട്ടോടാ. ഫ്രണ്ട് വേണ്ട, ആവശ്യമില്ല. വർക്ക്ഷോപ്പ് ശ്രീലക്ഷ്മി ഓട്ടോ ഗ്യാരേജ്. ഇത് NH റോഡ് മണപ്പുള്ളിക്കാവ് പാലക്കാട്. അപ്പം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിഗ്നലിൻ്റെ അവിടെ സർവീസ് റോഡിലാണ്. അപ്പോൾ അതും ക്ലിയറായി. ആർട്ട് ബ്ലൂ നമുക്ക് പോകുന്ന വഴിക്ക് സൈഡിൽ ഷോറൂം ഉണ്ടെങ്കിലേ കയറ്റി ഫില്ല് ചെയ്യാം. ഇല്ലേ ആർട്ട് ബ്ലൂ തീരാറൊന്നും ആയിട്ടില്ലല്ലോ. ഹാഫില്ലേ? മുക്കാലുണ്ട്. പിന്നെ മറന്നു പോകരുത്. മനസ്സിലായി. അതുകൊണ്ട് ഒരു കുരിപ്പ് പോകുന്നുണ്ടോ അതിൻ്റെ മണ്ടയ്ക്കൂടെ? അവൻ കളിക്കുവോ? അല്ല അവിടെ ആളുണ്ട് കേട്ടോ, പിള്ളേരാ. നല്ല വൈബായിരിക്കും. മോളിൽ നോക്കുമ്പോൾ നല്ല രസമായിരിക്കും അവിടുന്ന് കാണാൻ. അങ്ങോട്ട് പോകും. കുഴൽമന്നം അവിടെ പോകുമ്പോൾ മറ്റേ കല്ലൂത്തി കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ കുഴൽമന്നം നല്ല കേട്ട് വരും. മാട് കൊറേ പോത്തി കണ്ടില്ലേ? ചന്ത പറഞ്ഞില്ലേ? ഓക്കെ മറ്റേ ആ ചന്തം. പോത്തി ചന്ത, കാളച്ചന്ത. യെസ്. പാലക്കാട് മെഡിക്കൽ കോളേജ്. ഇത് വലിയ പ്രവർത്തനം ആയിട്ടില്ലെന്ന് തോന്നില്ലേ? ഉദ്ഘാടനം കഴിഞ്ഞു ആണല്ലേ? എല്ലാം ആയിട്ടില്ല തോന്നുന്നു. ഓൾഡ് വർക്കിംഗ് ആണ്, പക്ഷെ അധികം ഉണ്ട്. എന്തോ ആർക്ക് യാക്കരപ്പുഴ ഒരഴകുള്ള പുഴ. ഇത് ഷോറൂമാ? റിനോട്ട് ഇവിടെ തന്നെ ഉണ്ടോ? അല്ലെ എന്റെ ഷോറൂമാ? കുപ്പിയാണോ മറ്റേ ചോദിച്ചേ? ഇവിടെ ക്യാനേ ഉള്ളെന്ന് തോന്നുന്നു. റിനോൾട്ട് ലെയ്ലാൻഡ് രണ്ടും ഒരുമിച്ചോ? അയ്യോ മാറിപ്പോയി.
കാണില്ലേ ചേട്ടാ ക്യാൻ മാത്രമേ ഉള്ളൂ, മറ്റേ ഫില്ല് പറ്റത്തില്ലെന്നോ? ആ ബക്കറ്റേ ഉള്ളെന്നോ? മറ്റേതില്ല അല്ലേ? വേറെ അങ്ങോട്ട് പോകുന്ന ഷോറൂം അതേ ഉള്ളൂ അല്ലേ? നഹി എന്ന് പറഞ്ഞാ നഹി റോഡ് അന്യായ ബ്ലോക്ക് എന്ന് പറയാനായിട്ടില്ല, എന്നാലും ഒരു തിരക്ക് ബ്ലോക്കുണ്ട്. പക്ഷെ നല്ല ബ്ലോക്ക് ആണെങ്കിലേ മൂവിങ് ഉണ്ട്. ബോംബെക്ക് പോയില്ലേ? ആ മുംബൈക്ക് പോയപ്പോഴത്തേക്ക് എവിടെയായിരുന്നു ആ സ്ഥലം? നമ്മൾ അവിടെ നിന്ന് എവിടെയായിരുന്നു ആ പട അതിൻ്റെ പേര് വെച്ചൊരു സിനിമ പേരുണ്ടായിരുന്നു അക്ഷയ് കുമാറിൻ്റെ, അത് ഞാൻ എപ്പോഴും ഓർക്കുന്നത് മറന്നുപോയി. ആണോ ലുലു മാൾ. ചാന്ദിനി ചോക്ക് നമ്മൾ പോയ അവിടെ ആ തിരക്ക് വന്നേ മുംബൈയിൽ. ചാന്ദിനി ചോക്ക് നീ ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി, നീ ലെഫ്റ്റ് ഒന്നും എടുക്കണ്ട. ബൈക്ക് പോട്ടെ, നീ ലെഫ്റ്റ് എടുക്കാതെ ഇങ്ങനെ തന്നെ അങ്ങ് പോയി കഴിഞ്ഞാൽ ബൈക്ക് തരാൻ വലിയ പൊക്കോളും. നീ അവരെ കാണുമ്പോൾ നീ സൈഡ് ഒതുക്കാനും പിടിക്കാനും പോകുമ്പോഴാണ് വിഷയമാവുന്നത്. അവരത് ഗ്യാപ്പിൽ അങ്ങ് പൊക്കോളും. ഇനി നീ ലെഫ്റ്റ് എടുക്കുമ്പോൾ സൈഡ് നോക്കണം. ഇവിടെ പിന്നെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പ്രൈവറ്റ് ബസ് ഫ്ലൈ ഓവറാ. നീ പതുക്കെ ഇറക്കൂ, പതുക്കെ ഇറക്കിയെടുത്തോ. ഇറക്കട കുട്ടാ. സണ്ണി അങ്ങ് പോട്ടെ, സുണ്ണിച്ചേട്ടൻ പോട്ടെ. നിക്ക് ചേട്ടാ, ധൃതി വെക്കാതെ. ബസ്സിന് പറഞ്ഞ പോയാൽ മതി, അവരെന്തായാലും കയറി പോകും. നമ്മൾ തന്നെ കയറ്റി ഭയങ്കര പൊടിയാണല്ലോ. ഒരു ചോറ് വേണ്ടോ? എന്താ നമ്മള് പൂവിന് സവാള സമയത്ത് തൃശ്ശൂർ വെച്ച് നമ്മളെ വണ്ടിയുടെ പുറകെ ഫുള്ള് ക്യൂവാ, നമുക്ക് കയറിപ്പോ പറ്റത്തില്ല. ഫ്രണ്ടിന് ബസ് കയറി ഓർമ്മ വേണ്ടോ? നിർത്തി നമ്മൾ കൊടുത്തു, ഓർമ്മ വേണ്ടോ? നിർത്തി കൊടുത്തു നമ്മള്. ബസ് ടൂറിസ്റ്റ് ബസ് കയറി ഓർമ്മ വേണ്ടോ? എവിടെ വെച്ചാ? അത് നമ്മൾ കാസർഗോഡ് ഭാഗത്ത് അവിടെ കണ്ടാ വെച്ചാ. തൃശ്ശൂരോ? നമ്മൾ നിർത്തി കൊടുത്തു. വണ്ടി കയറി വന്നു. ആണോ? ബസ് ഓപ്പോസിറ്റ് എനിക്കത് ഓർമ്മയില്ല. നീ ഇപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ എനിക്ക് എന്തായിരുന്നു കാസർഗോഡ് ഭാഗം അങ്ങോട്ട് എനിക്ക് ഓർമ്മ വന്നു. കോഴിക്കോടല്ല കാസർഗോഡ് അങ്ങാണ്ട്. അത് വേറെ ലോറിക്കാര് അല്ലേ? കയറ്റി അങ്ങോട്ട് വെച്ച് നീ ഹോൺ അടിച്ചോ, കൈ ഇട്ട് ഇങ്ങനെ ടിപ്പർ. യെസ്. അപ്പൊ സമയം എത്രയായി? 5:45. യെസ്. അപ്പം വീട്ടിലോട്ട് കയറും. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് 11-12 മണിയൊക്കെ ആവുമായിരിക്കും അല്ലേ? 11 മണിയൊക്കെ ആവും. പതുക്കെ പോയാൽ മതി. അപ്പൊ ഈ ക്യാനകത്തൊന്ന് വെള്ളം നിറച്ച് ഒന്ന് കുളിച്ചിട്ടും കൂടെ ഇറങ്ങാം അല്ലേ? ഇറങ്ങി അങ്ങ് പോവാം. യെസ്. അപ്പം അങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ. വടക്കുംമുറി ചാടല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം. വടക്കുംമുറി പന്നി നാഷണൽ എക്സ്പ്രസ് ഇവിടെ പന്നിയങ്കര. യെസ്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കയറൊക്കെ ഒന്ന് ലൂസായി, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് അതൊക്കെ അങ്ങ് മെല്ലെ അങ്ങ് വിടാം. പന്നിയങ്കര. ഏതാ? കയറൊക്കെ ലൂസായി.
അപ്പം അതൊക്കെ ഒന്ന് ഇരുട്ട് സെറ്റ് ചെയ്തിട്ട് പിടിക്കണം. ഒരു സെക്കൻഡ് ഞാനൊരു ഓക്കെ. എന്ത് ബ്ലോക്കാണോ? നടന്നിട്ടില്ല. കഷ്ടം. അത്യാവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഇത് ഭയങ്കര ബ്ലോക്ക് ആയിപ്പോയി. എന്തോ ബ്ലോക്ക്. ഇവർക്ക് ഇനി എപ്പോൾ ചെല്ലൂടോ? ഇനി അത്യാവശ്യത്തിനൊക്കെ പോകുന്നവരൊക്കെ എന്ത് ചെയ്യും? ടൂ വീലറൊക്കെയാണ് കുത്തി കയറ്റി പോകുമെന്ന് പറയാം. ഈ സൈഡ് നോക്കണേ, അങ്ങോട്ട് നോക്കി പോകില്ല. എൻ്റെ പൊന്നാളിയാ, ഇത് എത്ര നേരം കൂടെ ഉള്ള ബ്ലോക്ക് ചെയ്ത്? ആ, ഇത് കുറെ നേരമായി. കിലോമീറ്റേഴ്സ് ഇല്ലയോ? അടുത്ത സിഗ്നൽ വരെയാണോ? ഭയങ്കര പോസ്റ്റ് കേട്ടോ, മൊത്തം പോസ്റ്റ്. അപ്പൊ ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിലൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഏടാ ഈ വഴി പോകാൻ പറ്റത്തില്ല. നമ്മളൊന്നും ഇത്ര സമയം എടുത്തില്ലല്ലോ. നമ്മൾ പാലക്കാടൊക്കെ കഴിഞ്ഞപ്പോഴല്ലേ ഇരുട്ടായി തുടങ്ങി. ഇവിടെ സിഗ്നൽ വല്ലാത്ത ബ്ലോക്കായി. ഇത് ഭയങ്കര എനിക്ക് കൈ കുഴയത്. എനിക്ക് വീഡിയോ എടുക്കാൻ പോയി, കൈ കുഴയത്. കഷ്ടം. ഇതാണ് ഞേടൻ ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെയാണ് പിന്നെ കുഴപ്പമില്ല. ആണ് ഭയങ്കര പോസ്റ്റായി. ആണോ? അയ്യോ, എത്ര നേരം നോക്കി. എത്ര കിലോമീറ്റർ ആയി? ആണ്. ഞാൻ ജീവിതത്തിൽ കണ്ടില്ല ഇങ്ങനൊരു ബ്ലോക്ക്. പക്ഷെ നമ്മൾ പോകുന്ന റോഡ് ഭയങ്കര ഫ്രീ ആയി അല്ലേ? നല്ല ഫ്രീ ആയി. വണ്ടി കാണുന്നുണ്ടോ? നിർത്തിക്കണം അവിടെ. അയ്യോ, പിടിച്ച അതിന്റെ വണ്ടിക്ക് ആളുണ്ടല്ലോ. അല്ല, കാറിലല്ല, വണ്ടിയിലാ പിടിച്ചതേ ഉള്ളൂ തോന്നുന്നു. കാറൊന്നും ഇടിച്ചാന്ന് തോന്നുന്നു. എടാ മോനെ, ഇതെവിടെ സ്ഥലം എവിടെയായിരുന്നു? ചിങ്ങവന അല്ലേ? ചിങ്ങവനാവുന്ന. ശേ, ആ വണ്ടി എന്നിട്ട് ഇടിച്ച് കറക്കി